മീലാദ് വരുമ്പോ ഒരുപക്ഷം ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിക്കാൻ മഅദല്ലാഹ്. എന്തു ചെയ്യാനാണ്? കൂട്ടത്തിൽ ഓടാതിരിക്കാൻ വയ്യാത്തത് കൊണ്ട് ഇപ്പോഴും എല്ലാവരും ആഘോഷിക്കുകയാണ്. എന്നാൽ ചില ആളുകളുണ്ട് ഒരു ഭാഗത്ത് മീലാദിനെ വിമർശിക്കുന്നു, അവർക്ക് കഥ അറിയില്ല. വേറൊരു പറ്റ ആളുകളുണ്ട് ആഭാസങ്ങളെ ആഘോഷങ്ങളാക്കി വെക്കുന്നു, അത് ന്യായീകരിക്കാനാവില്ല. പ്ലോട്ടുകളും ആഘോഷ വണ്ടികളും ഒരുക്കി തെരുവുകൾ മുഴുവനും അലങ്കോലപ്പെടുത്തി പലവിധേനയുള്ള ആഘോഷങ്ങൾ നമുക്ക് നീതീകരിക്കാനാവില്ല. ഇസ്ലാമിന് കൃത്യമായൊരു പരിധിയുണ്ട്. അതിനപ്പുറത്തേക്ക് പോയാലും അതിനെ വിമർശിച്ചാലും രണ്ടും നമുക്ക് പറ്റില്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീൻ അത് ഏതു വിധേനയും കളങ്കപ്പെടാൻ പാടില്ല. മഹാന്മാരുടെ ഉറൂസുകൾ നടക്കണം, അത് മാമാങ്കങ്ങളും ഉത്സവങ്ങളും ആവരുത്. അത് നിഷേധിക്കാനും പാടില്ല. ശരിയായ ദീൻ അതിന്റെ ശരിയായ ധാരയിലൂടെ പോകണം. നബിദിനാഘോഷം നടക്കണം, അത് ശിർക്കാണെന്ന് പറയുന്നവർ വിവരമില്ലാത്തവർ. മറുഭാഗത്ത് മദ്യപിച്ചോ അല്ലാതെയോ പ്ലോട്ടുകൾ ഉണ്ടാക്കി ആഘോഷങ്ങളാക്കി ആരവങ്ങളാക്കി തെരുവ് കൈയടക്കി ചില ചെറിയ കുട്ടികളെയൊക്കെ അറബി വേഷം കിട്ടിച്ച് ഏതൊക്കെയോ വാഹനത്തിന്റെ മേലെ ഇരുത്തി ഉണ്ണി മുഹമ്മദ് എന്നൊക്കെ ആരോപിച്ച് അതിന് വിമർശകന്മാരിടുന്നതാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും അങ്ങനത്തതിനൊന്നും നമുക്ക് കൂട്ടു നിൽക്കാനാവില്ല. നമ്മുടെ കയ്യിൽ ഒരു മതമുണ്ട്, അത് കൃത്യമായി വെളിച്ചത്ത് വന്ന മതമാണ്. അത് കയ്യേറ്റം നടത്തി അലങ്കോലം ഉണ്ടാക്കാൻ പാടില്ല. ഇന്നൽ ഹലാല ബയ്യനുൻ വൽ ഹറാമ ബയ്യനുൻ. ഹലാലും ഹറാമും ഇവിടെ സുവ്യക്തമാണ്. വ്യക്തമായ ദീൻ ഇവിടെ ഉണ്ട്. നമ്മുടെ മുൻഗാമികൾ കാണിച്ചു തന്ന ദീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പറയുക, അന്നദാനം നടത്തുക, പുണ്യകർമ്മങ്ങൾ ചെയ്യുക, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുക, മുത്തുനബിതങ്ങളുടെ സന്ദേശം പ്രചരിപ്പിക്കുക, അവിടുത്തെ ജീവിത കഥകൾ പറയുക, അവിടുത്തെ മുന്നറിയിപ്പുകളെ ലോകത്തോട് പറയുക. ഇതൊക്കെ വലിയ ദൗത്യമാണ്. ഇതൊരു മീലാദാഘോഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇന്നലകളിൽ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക. നിങ്ങളുടെ മുമ്പിലുള്ള ഹദീസുകളെ നിങ്ങൾ നിസ്സാരപ്പെടുത്തരുത്. പുലരാനുള്ള വസ്തുതകളാ.